ഹായ്, ഞാൻ കുറേ ദിവസമായി ഒരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിക്കുന്നത്. ഒന്നുമില്ല, ഡ്രഗ്സ്. ഇപ്പം നമ്മൾ ഒരുപാട് ന്യൂസ് കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. MDMA-ഉം പിന്നെ കഞ്ചാവും അതുപോലത്തെ ഒരുപാട് ഡ്രഗ്സും ഇതുപോലത്തായിട്ടുള്ള സംബന്ധമായിട്ടുള്ള കുറേ ന്യൂസൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്. ദൈനംദിനം വാട്സപ്പ് തുറന്നാലും TV തുറന്നാലും മൊത്തത്തിൽ കേൾക്കുന്നുള്ള സാധനം ഇത് തന്നെയാണ്. എന്തുകൊണ്ട് ഇത്രക്കും കോമൺ ആയിട്ട് മാറി? അല്ലെങ്കിൽ ഇതിലുള്ള ഇൻവോൾവ് ആകുന്ന പിള്ളന്മാർ എന്ന് പറഞ്ഞാൽ 10th 9th ക്ലാസ്സിൽ പഠിക്കുന്ന പിള്ളന്മാരാണ്. അത് കേൾക്കുമ്പോൾ കാണുമ്പോൾ നമുക്ക് തന്നെ ബേജാറാകുന്നുണ്ട്. സോ എനിക്കിത് പറയാൻ അർഹതയുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഞാൻ ഇതുവരെ ഈ ഒരു 26 വയസ്സ് വരെ ഞാൻ ഇതുവരെ ഒരു ഡ്രഗ്സ് പോയിട്ട് ഒരു സിഗരറ്റ് പോലും ഞാൻ വലിച്ചു നോക്കിയിട്ടില്ല. എനിക്കതിൻ്റെ ആവശ്യമില്ല. കാരണം എൻ്റെ മൈൻഡ് എന്ന് പറഞ്ഞാൽ അതൊന്നും ആവശ്യമില്ല. അതിലൊക്കെ എന്ത് ലഹരി, അല്ലെങ്കിൽ അതിലൊക്കെ എന്ത് മജാണുള്ളത്, എന്ത് രസമാണ് അതിലൊക്കെ ഉള്ളത്. പിന്നെ ഇതൊന്നും അറിയാണ്ട് എങ്ങനെയാണ് ഈ ഒരു സാധനം വലിക്കാൻ വേണ്ടിയിട്ട് ഈ പിള്ളന്മാർക്ക് തോന്നുന്നത്? ഈ 8th 9th ക്ലാസ്സിൽ പഠിക്കുന്ന പിള്ളന്മാർക്ക് എന്താണ് ഇത്രക്കും ഇതിൽ ഒരു സാധനം ഉണ്ട്, ഇത് വലിച്ചാൽ ഇങ്ങനെയൊക്കെ ആവും. ഇതിനുള്ള നോളജ് എങ്ങനെയാണ് കിട്ടിയത്? ഒരിക്കലും ഒറ്റക്ക് ചിന്തിച്ചിട്ട് കിട്ടിയ നോളജൊന്നുമല്ല. ഇതിൽ ഇൻവോൾവ് ചെയ്തിട്ടുള്ള ഒരു നെറ്റ്വർക്ക് ഓഫ് ഗാങ് തന്നെ ഇതിലുണ്ട്. സോ എനിക്ക് പിള്ളന്മാരോടാണ് പറയാനുള്ളത്, മനസ്സിലായില്ലേ? നമ്മൾ ഇതുപോലെ 10th ക്ലാസ് 9th ക്ലാസ്സൊക്കെ കഴിഞ്ഞ് വന്ന ആൾക്കാർ തന്നെയാണ്. സോ ഇപ്പോഴും നമ്മൾ പഠിക്കുന്നുണ്ട്. പക്ഷേ ഈ ഒരു ഡ്രഗ്സിൽ ഈ ഒരു സിഗരറ്റ് വലിക്കണം, അല്ലെങ്കിൽ ഇതുപോലത്തെ സംഭവങ്ങൾ യൂസ് ചെയ്യണം, ഇങ്ങനത്തെ ഒരു മൈൻഡ് എനിക്ക് ഇതുവരെ വന്നിട്ടില്ല. കാരണം അത് അങ്ങനെയാണ്. നമ്മൾ വേണ്ടാന്ന് പറഞ്ഞിട്ടുള്ള ഒരു തീരുമാനം എടുത്താൽ നമുക്കത് വേണ്ടേ വേണ്ട. നമ്മുടെ തീരുമാനമാണ് നമ്മളെ നിയന്ത്രിക്കുന്നുള്ളത്. ഈ ലോകത്ത് ഏറ്റവും വലിയ യുദ്ധം എന്ന് പറഞ്ഞാൽ സ്വത്വത്തോടുള്ള യുദ്ധമാണ്. ഓക്കെ, സെൽഫ് ഡിഫെക്റ്റ് ആണ് ഈ ഏറ്റവും വലിയ യുദ്ധം എന്ന് പറഞ്ഞാൽ. ആ ഒരു സെൽഫിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് എത്ര വലിയ പ്രശ്നങ്ങളും നമുക്ക് നേരിടാൻ വേണ്ടി പറ്റും. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഈ ഒരു ഡ്രഗ്സ് യൂസ് ചെയ്ത് കൊണ്ട് മാത്രമാണ് ലൈഫിൽ ഒരുപാട് പ്രശ്നങ്ങൾ. 2-3 ആഴ്ച മുമ്പ് തന്നെ കണ്ട സാധനമല്ലേ അഫാൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ചങ്ങായി സ്വന്തം ഫാമിലിനടക്കം വെട്ടിക്കൊന്ന്. ഇങ്ങനെയൊക്കെ കൊല്ലാനുള്ള ഒരു സംഭവം എങ്ങനെയാണ് തോന്നിയത്? പച്ചക്ക് ഒരാൾക്കും കഴിയില്ല. 100% പച്ചക്ക് ഒരാൾക്ക് ഈ സാധനം ഒരാളെ കൊല്ലാനോ ദ്രോഹിക്കാനോ കഴിയില്ല. ഇത് അടിച്ചാലുള്ള സാധനം നമ്മുടെ കോൺഷ്യസ് മൈൻഡിൻ്റെ മെമ്മറി കട്ടായിട്ട് സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ മെമ്മറി വർക്കിംഗ് ആവുകയാണ് ഇവിടെ ചെയ്യുന്നുള്ളത്. സോ ഏറ്റവും വലിയ ഡേഞ്ചറാണ്. എൻ്റെ അനിയന്മാരോട് എനിക്ക് പറയാനുള്ളത്, ഇത് നല്ല ലൈഫ്. ഈ ഡ്രഗ്സോ അല്ലെങ്കിൽ സിഗരറ്റോ അല്ലെങ്കിൽ MDMA ഇതൊന്നും നല്ല ലൈഫ്. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇതൊന്നും അടിച്ചില്ലെങ്കിൽ ഇതൊന്നും വലിച്ചില്ലെങ്കിൽ എന്തോ നമുക്ക് കുറവ് പോലെ ഒക്കെ ഉള്ള ചങ്ങായിമാർ, കൂടെയുള്ള ചങ്ങായിമാർ നമ്മളെക്കുറിച്ച് തമാശാക്കുന്നത്, എന്ത് നീ ഇതൊന്നും അടിക്കുന്നില്ലേ, നമുക്കെന്തോ വലിയ കുറവ് പോലെ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തെറ്റി. നിങ്ങളുടെ പടുകുയിലേക്ക് ഇടാനുള്ള പ്ലാനിങ് മാത്രമാണത്. സോ അതുകൊണ്ട് എനിക്ക് പറയാനുള്ള പോയിന്റ് എന്ന് പറഞ്ഞാൽ നിങ്ങളെ നിയന്ത്രിക്കുക. നിങ്ങൾക്ക് ഉറച്ച തീരുമാനം എടുക്കുക. അത് വേണ്ടെന്ന് പറഞ്ഞാൽ വേണ്ട തന്നെ. എൻ്റെ ഗാംഗിൽ ഇപ്പം ഞാൻ ഒരുപാട് ആളുകളെ കാണുന്നതാണ്. എനിക്ക് ഒരുപാട് ഫ്രണ്ട്ഷിപ്പ് സർക്കിളുണ്ട്. പക്ഷെ എന്നോട് ഇതുവരെ അവർ നീ വലിക്ക്, നീ കുടിക്കുന്നൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. ഞാനായിട്ട് അതിലേക്ക് പോയിട്ടുമില്ല. സോ അതാണ് നമ്മുടെ തീരുമാനം, അതായിരിക്കണം. സോ എനിക്ക് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ. ഡ്രഗ്സിലൊന്നും ഒരു കാര്യമില്ല. നിങ്ങൾക്ക് ലൈഫിൽ എന്തെങ്കിലും ഒരു പാഷൻ ഉണ്ടെങ്കിൽ അതിന് വർക്ക് ചെയ്യും. അത് ഫോക്കസ് ചെയ്തിട്ട് അത് ലഭിക്കാൻ വേണ്ടി വർക്ക് ചെയ്യും. ചിലപ്പോൾ ഒരു 10 കൊല്ലം 5 കൊല്ലം എടുക്കുമായിരിക്കും. പക്ഷെ എന്നാലും അതിൽ നിന്ന് കിട്ടുന്ന കിക്കില്ലേ, അത് ഒരു ലഹരിക്കും തരാൻ വേണ്ടി പറ്റൂല. സീരിയസ്ലി. ഓക്കെ, ഞാനിപ്പോൾ വലിയ ആളൊന്നുമല്ല. എനിക്കിപ്പോൾ ഇത് പറയാനുള്ള അധികാരം എനിക്കുണ്ട്. കാരണം ഞാൻ യൂസ് ചെയ്യുന്നില്ല. സോ എനിക്കത് പറയാം, മനസ്സിലായില്ലേ? അപ്പോൾ അതുകൊണ്ട് ഞാൻ വലിയ മോട്ടിവേഷൻ അല്ലെങ്കിൽ ഇൻസ്പയറിങ് സ്റ്റോറി പറയുന്ന ആളൊന്നുമല്ല. പക്ഷെ ഈ ഒരു കാര്യം കണ്ട് എനിക്ക് റിയാക്ട് ചെയ്യാൻ വേണ്ടി തോന്നി, മനസ്സിലായില്ലേ? ഞാൻ ഈ നെഗറ്റീവ് കാര്യങ്ങളിലൊന്നും ഞാൻ റിയാക്ട് ചെയ്യാറില്ല. പക്ഷേ ഇതെനിക്ക് ചെയ്യണമെന്ന് തോന്നുന്നു. ഇപ്പം ഞാൻ ചെറിയൊരു ഇൻസിഡൻറ്റ് പറയാം. ഞാൻ എൻ്റെ ഫ്രണ്ട് നമ്മുടെ നാട്ടിൽ ഇങ്ങനെ വരുമ്പോൾ 2 പിള്ളന്മാർ സിഗരറ്റ് വലിച്ചുകൊണ്ട് വരുന്നുണ്ട്. നമ്മളത് കണ്ട് ചോദ്യം ചെയ്ത് ആകെ വലിക്കാൻ തുടങ്ങിയത് 1 വീക്ക് 2 വീക്ക് ആയതേ ഉള്ളൂ എന്നാണ് പറഞ്ഞത്. പക്ഷെ അതിനുള്ള പോയിന്റ് അവർക്ക് അവരുടെ സബ്സ്ക്രിപ്ഷൻ മൈൻഡിൽ ഈ സാധനം കയറിയിട്ടൊന്നുമില്ല. അഡിക്ഷനിലേക്ക് എത്തിയില്ല. അതിന് മുമ്പേ നമ്മളത് മുളയിലേ നുള്ളിക്കളഞ്ഞു. അവരോട് പറഞ്ഞ് കാര്യങ്ങൾ വേണ്ട വിധത്തിൽ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് ഈ ഒരു കാര്യം ഇങ്ങനെ ചെയ്താൽ ഇങ്ങനെ ആവും എന്നൊക്കെ കറക്റ്റ് പറഞ്ഞപ്പോൾ അവരത് കേട്ട് റെസ്പെക്റ്റോട് കൂടി കേട്ട് അവരത് ഒഴിവാക്കി. ഇതിനിടയ്ക്ക് ഞാൻ ചോദിക്കുമ്പോൾ പറഞ്ഞ് ഇല്ല ഇനി വലിച്ച് അതിനെ ലാസ്റ്റ് വലിച്ചതൊക്കെ പറഞ്ഞ്. സോ എനിക്ക് അവരോട് റെസ്പെക്റ്റാണ്. അപ്പോൾ പറഞ്ഞ പോയിന്റ് നമുക്ക് ഈ ഒരു പോയിന്റിൽ നമുക്ക് തീരുമാനം എടുക്കാൻ വേണ്ടി പറ്റും. ഇത് അഡിക്ഷൻ ആയ ശേഷം നമുക്ക് ഒരു വിധത്തിലുള്ള ട്രീറ്റ്മെൻറ്റ് നമുക്ക് വർക്കൗട്ട് ആവില്ല, ഷുവറാണ്. അപ്പോൾ അതുകൊണ്ട് മുളയിലേ നുള്ളിക്കളയാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ആരെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്തോ. ഓക്കെ, താങ്ക് യു സോ മച്ച്.